ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ പണിയാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കല്ലുകളായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക. ചായപ്പൊടി മുതൽ മുളക് പൊടി വരെ എല്ലാ സാധനത്തിലും ഇപ്പോൾ മായാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ എംസാൻഡിലും മായം കലർന്ന എംസാൻഡുകൾ ഇപ്പോൾ വരുന്നത്. വെള്ളം നിറച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതേപോലെ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുക. അപ്പോൾ നമ്മളെല്ലാവരും നല്ല സ്ട്രെങ്ത് ഉള്ളൊരു സിമെൻറ്റ് വേണമെന്നാണ് ആഗ്രഹിക്കുക അല്ലേ? ഈ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ചാക്ക് സിമെൻറ്റിൽ എത്രത്തോളം വെള്ളം ചേർക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 20 മുതൽ 23 ലിറ്റർ വരെ വെള്ളമാണ് ചേർക്കേണ്ടത്. അങ്ങനെ ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു വർക്കബിലിറ്റി ലഭിക്കുന്നത്. ഇങ്ങനെ കൂർത്തിരിക്കുന്ന മെറ്റലാണ് നമുക്ക് വന്നിരിക്കുന്നതിലധികമെങ്കിലും നമ്മുടെ കോൺക്രീറ്റിൽ ഈ ഒരു മെറ്റൽ ഒരു മോശം മെറ്റലായിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പ്രൈമറി സ്റ്റീൽ കമ്പി തന്നെ നമ്മൾ എടുക്കണം. അത് ഏത് ബ്രാൻഡ് എടുത്താലും കുഴപ്പമില്ല, പ്രൈമറി സ്റ്റീൽ കമ്പികളായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് എല്ലാ ആളുകളും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്, വീട്ടിൽ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് നമ്മൾ വീട് പണിയുന്ന കല്ലിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുക, ഈ കാണുന്ന എംസാൻഡിൻ്റെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കും, മെറ്റലിൻ്റെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കും, നല്ല സിമൻറ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, കമ്പികളുടെ ക്വാളിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പെട്ടെന്നൊന്ന് പരിശോധിക്കാം. കല്ലുകളുടെ കാര്യത്തിൽ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് കല്ലുകൾ പല ക്വാളിറ്റി ഉണ്ടെന്ന് കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു റിയൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നാണ് കല്ലുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. അവിടെയൊക്കെ നമ്മളൊരു കല്ല് ഓർഡർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കിട്ടുന്നത് അരികും മൂലയൊക്കെ ചെറിയ രീതിയിൽ പൊട്ടിയിട്ടുള്ള കല്ലുകളാണ്. നമ്മൾ കൂടുതൽ നിർബന്ധം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കിട്ടാത്തൊരു സിറ്റുവേഷനാണ് സത്യത്തിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പരമാവധി നമ്മൾ കല്ലിൻ്റെ സ്ട്രെങ്ത്ത് നോക്കിയിട്ടാണ് എടുക്കുക. പൊതുവേ നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടുന്ന രീതിയിലുള്ള കല്ലുകളാണ് ഏറ്റവും നല്ല കല്ലുകൾ എന്നാണ് നമ്മൾ പറയുക. പക്ഷേ റിയൽ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ടുള്ള കല്ലുകൾ കിട്ടൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാലഘട്ടം കൂടെയാണ് ഇപ്പം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കേസ് കൂടിയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള ചുവന്ന കല്ലുകൾ എടുക്കുന്നതാണ്. കല്ലുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കളർ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കുറേ കൂടെ ഹാർഡായിട്ടുള്ള കല്ലുകൾ ഇത്തരത്തിലുള്ള ചുവന്ന കല്ലുകളാണ്. അതും കണ്ണൂർ ഇരിട്ടി ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന കല്ലുകൾ നല്ല ഹാർഡായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കല്ലുകളാണ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ പണിയാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കല്ലുകളായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക. ചായപ്പൊടി മുതൽ മുളക് പൊടി വരെ എല്ലാ സാധനത്തിലും ഇപ്പോൾ മായാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ എംസാൻഡിലും മായം കലർന്ന എംസാൻഡുകൾ ഇപ്പോൾ വരുന്നുണ്ട്. മായം എന്നൊക്കെ പറയുന്ന സമയത്ത് സിൽട്ട് കണ്ടന്റ് അല്ലെങ്കിൽ പാറപ്പൊടി എന്ന് പറയുന്ന സാധനമാണ് ഈ എംസാൻഡിൽ മായമായിട്ട് ചേർക്കുന്നത്. അപ്പം നല്ലൊരു ക്വാളിറ്റി എംസാൻഡ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കുപ്പി വേണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നൊരു മിനറൽ ബോട്ടിലിൻ്റെ കുപ്പിയാണത്. ഇതിനകത്തേക്ക് നിങ്ങൾ ഒരു 1/4 ഭാഗത്തോളം എംസാൻഡ് നിറയ്ക്കുക. ഏകദേശം ഇത്രയും അളവൊക്കെ നമ്മൾ എംസാൻഡ് ഇതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയിൽ നിറയെ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതേപോലെ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുക. നമുക്ക് കുറച്ച് സമയം ഇവിടെ ആവശ്യമായിട്ട് വരും. എന്തിനാണ് നമ്മളിങ്ങനെ വെള്ളം നിറയ്ക്കുന്നതെന്നറിയോ? വെള്ളം നിറച്ചതിന് ശേഷം കുപ്പിയുടെ അടപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുലുക്കുക. തിരിച്ചും മറിച്ചും നന്നായിട്ട് കുലുക്കുക. ഇങ്ങനെ കുലുക്കി കഴിയുന്ന സമയത്ത് ഈ എംസാൻഡിലുള്ള പാറപ്പൊടി മുകളിൽ വന്ന് കിടക്കും. കുറച്ച് സമയം ഇതിനാവശ്യമുണ്ട്. ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നമ്മളിങ്ങനെ കൈ കൊണ്ടുവന്നിട്ട് ഈ ഒരു ലെവലിൽ കൊണ്ടുവരാം. ഇതാണ് നമ്മളുടെ നമ്മൾ എംസാൻഡ് നിറച്ച ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ, മുകൾ ഭാഗത്ത് പാറപ്പൊടി വന്നടിഞ്ഞ് കിടക്കുന്നത് കാണാം, താഴ് ഭാഗത്ത് നമ്മുടെ എംസാൻഡും കാണാം. അതായത് സിൽട്ട് കണ്ടന്റ് മുകളിൽ വരും. ഈ സിൽട്ട് കണ്ടന്റിൻ്റെ ഹൈറ്റ് ഈ ടോട്ടൽ ഹൈറ്റിൻ്റെ 10% കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ 10-1 ഹൈറ്റ് മാത്രമേ ഇത് ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് ഏകദേശം 10-1 താഴെയാണ് കിട്ടുന്നത്. വളരെ കുറഞ്ഞ അളവ് മാത്രമേ സിൽട്ട് കണ്ടന്റ് ഇതിൽ വന്നിട്ടുള്ളൂ. അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല എംസാൻഡ് ആണ് കൂടുതലും ഉള്ളത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സിൽട്ട് കണ്ടന്റ് ഉള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ IS കോഡിലൊക്കെ പറയുന്നത് 15% താഴെയെങ്കിലും ഈ ഒരു സിൽട്ട് കണ്ടന്റ് നിൽക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മേടിക്കുന്ന സമയത്ത് 10% താഴെയെങ്കിലും നിർത്തി മേടിച്ചാലേ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള എംസാൻഡ് കിട്ടുള്ളൂ. ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻ്റ് അല്ലേ? നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അടുത്തൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് സിമൻറ്റ്. നമ്മുടെ ഒരു കെട്ടിടത്തിൻ്റെ മെയിൻ അവിഭാജ്യ ഘടകമായിട്ടുള്ള സിമൻറ്റ്. ഫൗണ്ടേഷൻ മുതൽ പ്ലാസ്റ്ററിങ് വരെ ഓരോ സ്റ്റേജിലും ആവശ്യമായിട്ടുള്ള സിമൻറ്റിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. പൊതുവെ പറയാറുണ്ട് സിമൻറ്റുകൾക്ക് ഇപ്പം പണ്ടുള്ളതുപോലെ സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. വർക്ക് ചെയ്യുന്ന ആളുകളും വീട് വയ്ക്കുന്ന ആളുകളും ഒരുപാട് പരാതിപ്പെടുന്ന ഒരു കാര്യം കൂടെയാണ്. ഒരു തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ അത് ശരിയാണ്.
സിമെൻറ്റിൽ ഒരുപാട് ടെക്നോളജിയിൽ ഡിഫറൻസുകൾ വന്നിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന സിമെൻറ്റിൽ നിന്നും ഒത്തിരി വ്യത്യസ്ത തരത്തിലുള്ള സിമെൻറ്റുകളാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സിമെൻറ്റിൻ്റെ ക്വാളിറ്റിയിലും ഡിഫറൻസുകൾ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇന്ന് പൊതുവെ മാർക്കറ്റിൽ നമുക്ക് 3 തരത്തിലുള്ള സിമെൻറ്റുകൾ അവൈലബിൾ ആണ്. 3 സിമെൻറ്റുകൾക്കും 3 തരം യൂസ് ആണുള്ളത്. ഏതൊക്കെയാണ് സിമെൻറ്റ് എന്നുള്ളത് പെട്ടെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തത് OPC സിമെൻറ്റുകളാണ്. ഇത്തരത്തിലുള്ള സിമെൻറ്റുകൾ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് ഫാസ്റ്റർ ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ബ്രിഡ്ജുകൾ, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ, ഹൈ റൈസ് ബിൽഡിങ്ങുകൾ, ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിമെൻറ്റാണ് OPC സിമെൻറ്റ്. പണ്ട് മുതലേ ഉപയോഗിക്കുന്ന സിമെൻറ്റും OPC സിമെൻറ്റാണ്. രണ്ടാമത്തൊരു കാറ്റഗറി ഓഫ് സിമെൻ്റ് ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്നത്. അത്തരം സിമെൻറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് PPC സിമെൻറ്റ്. ഈ സിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ കംപ്ലീറ്റ് കോൺക്രീറ്റ് വർക്കുകളും പ്ലാസ്റ്ററിങ് വർക്കുകളും ഒരേ സിമെൻറ്റ് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. മൂന്നാമത്തെ ടൈപ്പ് സിമെൻറ്റ് കൂടെയുണ്ട്. അതാണ് PSC സിമെൻറ്റ്. ഇത്തരം സിമെൻറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽത്തീരം പോലെയുള്ള പ്രത്യേക സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ക്ലോറേറ്റുകളുടെയും സൾഫേറ്റുകളുടെയൊക്കെ അറ്റാക്ക് അന്തരീക്ഷത്തിൽ നിന്ന് മണ്ണെന്നൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഗ്രേഡഡ് ആയിട്ടുള്ള PSC സിമെൻറ്റുകളാണ് യൂസ് ചെയ്യുക. കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും ഇന്ന് വീട് പണിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമെൻറ്റ് എന്ന് പറയുന്നത് PPC സിമെൻറ്റാണ്. നമ്മളൊരു കടയിൽ പോയാൽ സിമെൻറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് സിമെൻറ്റ് ബാഗിൽ അവൈലബിൾ ആവുന്നതെല്ലാം PPC സിമെൻറ്റുകളാണ്. സിമെൻറ്റിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത് സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല സ്ട്രെങ്ത് ഉള്ളൊരു സിമെൻറ്റ് വേണമെന്നാണ് ആഗ്രഹിക്കുക, അല്ലേ? ഈ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അത് പല ഗ്രേഡിലായിട്ടാണ് നമ്മൾ പറയുക. 33 ഗ്രേഡ്, 43 ഗ്രേഡ്, 53 ഗ്രേഡ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഈ PPC ഗ്രേഡ് സിമെൻറ്റുകൾ നല്ലൊരു ബ്രാൻഡ് സിമെൻറ്റ് എടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള കംപ്രസീവ് സ്ട്രെങ്ത് സിമെൻറ്റിന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കില്ല. നല്ലൊരു ബ്രാൻഡാണെങ്കിൽ എന്ത് സംഭവിക്കും? നല്ലൊരു കംപ്രസീവ് സ്ട്രെങ്ത്. അത് എത്രയാണ്? 53 Nm² മുകളിൽ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ ലഭിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഡാൽമിയ DSP പോലത്തെ ടോപ്പ് ബ്രാൻഡഡ് ആയിട്ടുള്ള സിമെൻറ്റുകൾ യൂസ് ചെയ്യണം. അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സിമെൻറ്റിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്നൊക്കെ നമ്മൾ എഞ്ചിനീയറിംഗിൽ പറയും. എന്ന് വെച്ചാൽ ഒരു ചാക്ക് സിമെൻറ്റിൽ എത്രത്തോളം വെള്ളം ചേർക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 50 കിലോഗ്രാമിൻ്റെ ഒരു ചാക്കിൽ 20 മുതൽ 23 ലിറ്റർ വരെ വെള്ളമാണ് ചേർക്കേണ്ടത്. അങ്ങനെ ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു വർക്കബിലിറ്റി ലഭിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപയോഗങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ നല്ലൊരു സിമെൻറ്റ് ലഭിക്കണമെങ്കിൽ നമുക്ക് നല്ല വെള്ളം കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ തന്നെ നമ്മൾ ചേർക്കണം. അങ്ങനെ ചേർത്താൽ മാത്രമേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോൺക്രീറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സിമെൻറ്റിൻ്റെ ചാക്ക് നിങ്ങൾ ശരിക്ക് പരിശോധിക്കുക. നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ സിമെൻറ്റ് എടുക്കുമ്പം ആ ചാക്ക് ശരിക്ക് പരിശോധിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒക്ടോബർ 2025 എന്നുള്ളതാണ്. ഒക്ടോബർ മാസത്തിൽ മാനുഫാക്ചറിങ് കഴിഞ്ഞ സിമെൻറ്റാണിത്. 3 മാസത്തിനകം തന്നെ നമ്മൾ ഈ സിമെൻറ്റ് ഉപയോഗിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഉപയോഗിക്കുന്ന സമയം ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയുള്ള സമയത്തിനുള്ളിൽ ഈ സിമെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അതാണ് ഈ സിമെൻറ്റിൻ്റെ ഫ്രഷ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊരു സാധനത്തിന് നമുക്കൊരു എക്സ്പയറി ഉണ്ടെന്ന് പറയൂലേ, സിമെൻറ്റിൽ നമ്മൾ പറയുക 3 മാസമാണ് എക്സ്പയറി. അതിൻ്റെ മുമ്പ് നമ്മൾ സിമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സിമെൻറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സ്ട്രെങ്ത്തിൽ നമുക്ക് കിട്ടും. മെറ്റലിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ 2 കയ്യിലിരിക്കുന്നത് 2 ക്വാളിറ്റിയുള്ള മെറ്റൽസ് ആണ്. ഇതിലൊന്ന് നല്ല മെറ്റലും ഒന്ന് ചീത്ത മെറ്റലുമാണ്. ഇത് നല്ല മെറ്റലും ഇതൊരു മോശം മെറ്റലുമാണ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇത് കുറച്ച് ഉരുണ്ടിരിക്കുന്നു, ഇത് കുറച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്നു. ഇങ്ങനെ കൂർത്തിരിക്കുന്ന മെറ്റലാണ് നമുക്ക് വന്നിരിക്കുന്നതിൽ അധികമെങ്കിലും നമ്മുടെ കോൺക്രീറ്റിൽ ഈ ഒരു മെറ്റൽ ഒരു മോശം മെറ്റലായിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. ഇങ്ങനെ അരികുകളൊക്കെ ഇതേപോലെ റൗണ്ട് ചെയ്തിരിക്കുന്ന നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഷേപ്പിലുള്ള മെറ്റലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതൊരു നല്ല ക്വാളിറ്റി മെറ്റലിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ മെറ്റലുകൾ വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് വരിക. എന്നാലും കൂടുതലും ഇതേപോലെയുള്ള മെറ്റലുകളാണെങ്കിൽ അതൊരു നല്ല മെറ്റലാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കമ്പി എന്ന് പറയുന്നത്. 2 ടൈപ്പ് കമ്പികൾ വരുന്നുണ്ട്, പ്രൈമറി സ്റ്റീലും സെക്കൻഡറി സ്റ്റീലും. പ്രൈമറി സ്റ്റീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഇരുമ്പായിരുന്ന് കമ്പി നിർമ്മിക്കുന്ന സംഭവമാണ് ഈ പ്രൈമറി സ്റ്റീൽ. സെക്കൻഡറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കമ്പികളുടെ സ്ക്രാപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, ഇത് വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് സെക്കൻഡറി സ്റ്റീൽ കമ്പികൾ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഏത് കമ്പി എടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്രൈമറി സ്റ്റീൽ കമ്പി തന്നെ നമ്മൾ എടുക്കണം. അത് ഏത് ബ്രാൻഡ് എടുത്താലും കുഴപ്പമില്ല, പ്രൈമറി സ്റ്റീൽ കമ്പികളായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കമ്പികളുടെ മുകളിൽ 550D എന്ന് പറയുന്നൊരു എംബ്ലം കാണാം. അതതിൻ്റെ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് സ്ട്രെങ്ത്തിൽ പെട്ടാണ് 550. ഇതിൻ്റെ മുകളിൽ 600 ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 550D എങ്കിലുള്ള കമ്പികൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സാധനം ഉണ്ട് കേട്ടോ. ബിൽഡിംഗ് മെറ്റീരിയൽസ് മാത്രമല്ല, ഇത് പണിയുന്ന പണിക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോലുള്ള എഞ്ചിനീയേഴ്സ് ആണെങ്കിലും നിങ്ങളെപ്പോലെ വീട് വെക്കുന്ന ആൾക്കാരാണെങ്കിലും നല്ലൊരു പണിക്കാരെ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. ഈ സിമെൻറ്റിൻ്റെയും കോൺക്രീറ്റിൻ്റെയൊക്കെ പ്രശ്നം ഇതിനൊരു സെറ്റിൽമെൻറ്റ് ടൈമുണ്ട്. ഇനീഷ്യൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയും. ഒരു 30 മിനിറ്റൊക്കെയാണ് അത് കിട്ടുക. അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കോൺക്രീറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആ സിമെൻറ്റിൻ്റെ ആ സ്ട്രെങ്ത് നമുക്ക് ശരിക്കും കിട്ടാതെ വരും.
അപ്പോൾ നമ്മുടെ പണിക്കാർ ആ സമയത്ത് ഉഴപ്പി വേറെ എന്തെങ്കിലും പണി പോയി, ചായ കുടിക്കാൻ പോയി, ഭക്ഷണം കഴിക്കാൻ പോയി, അല്ലെങ്കിൽ മുറുക്കാൻ പോയി, മറ്റു സംസ്ഥാനത്തൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഹാബിറ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ സമയം പോയിക്കൊണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. സോ നല്ലൊരു ബ്രാൻഡ് സിമെൻറ്റ് വാങ്ങുകയാണെങ്കിൽ മാക്സിമം ഇനീഷ്യൽ സെറ്റിൽമെൻറ്റ് സമയം നമുക്ക് ലഭിക്കും. അത് കൂടുന്നതിനനുസരിച്ച് സിമെൻറ്റ് വെച്ച് വർക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് കൂടുതൽ കിട്ടും. ഡാൽമിയക്കൊക്കെ 30 മിനിറ്റിന് മുകളിൽ തന്നെ നമുക്ക് സെറ്റിൽമെൻറ്റ് കിട്ടുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളൊരു സിമെൻറ്റ് മേടിക്കുമ്പോൾ, കല്ല് മേടിക്കുമ്പോൾ, കമ്പി മേടിക്കുമ്പോൾ, മെറ്റൽ മേടിക്കുമ്പോൾ, എംസാൻഡ് മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിലും, പ്ലിന്ത് ബീം ആണെങ്കിലും, ലിൻഡൽ ആണെങ്കിലും, ബീം കോളാണെങ്കിലും, മെയിൻ വാർക്ക് ആണെങ്കിലും നല്ല പ്രൊഡക്റ്റുകൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഒരുപാട് കാലം താമസിക്കാനുള്ള ഒരു വീടാണിത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.